ഇത്തവണ നീനും ലീവിന് വന്നപ്പോൾ സിനിമക്ക് പോകണമെന്ന് ഭയങ്കര വാശി കേട്ടോ. അന്നിപ്പോൾ എല്ലാവരും ഉള്ളതല്ലേ. പിന്നെ ഇന്നാണെങ്കിൽ നുജൂമിന് പ്രതീക്ഷിക്കാതെ കിട്ടിയൊരു ലീവ്. എന്നാൽ പിന്നെ ഒരു സിനിമക്ക് പോകാമെന്ന് കരുതി ഞങ്ങൾ 3:30ക്കുള്ള ഷോക്ക് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ആസിഫ് അലിൻ്റെ സർക്കിട്ട് എന്നുള്ള ഫിലിമിനാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു 2 മണിക്ക് ആയപ്പോഴാണ് എനിക്ക് നീനിൻ്റെ ഡിഗ്രിക്കുള്ള ഫീസൊക്കെ അടക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ കാര്യമായിട്ട് മഞ്ചേരിക്ക് പോകുന്നത്. അപ്പോൾ അത് അടക്കം മറന്നിട്ടുണ്ട് ഓരോരോ സ്വയലായിട്ട്. അപ്പോൾ ഞാൻ നുജൂമിനോട് പറഞ്ഞപ്പോൾ പറഞ്ഞു നമുക്ക് വേഗം പോകാം. അത് ഒരു 2:30ക്ക് തന്നെ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് അത് അതിൽ നിന്ന് ഫീസൊക്കെ അടക്കാൻ വേണ്ടി പോയിട്ടോ. 1 മണിക്കൂർ സമയം ഉണ്ടല്ലോ, അപ്പോഴേക്കും അതൊക്കെ അടച്ച് നമുക്ക് സിനിമയ്ക്ക് എത്താമെന്നൊക്കെ ആയിരുന്നു വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ കണക്കൂട്ടലൊക്കെ തെറ്റി അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ 3:20 അപ്പോൾ നുജും പറഞ്ഞു ഈ നേരെ ഇന്ത്യൻ മാൾക്ക് പോയിക്കോ, അവിടെ നിന്ന് ടിക്കറ്റൊക്കെ ഒന്ന് എടുത്ത് നമുക്ക് കഴിക്കാനുള്ള ഫുഡൊക്കെ വാങ്ങി സെറ്റ് ചെയ്ത് നിൽക്കുമ്പോഴേക്കും നേരെ വീട്ടിൽ പോയിട്ട് എല്ലാവരും എടുത്ത് വരാമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കത് തോന്നി നല്ലൊരു ഐഡിയ ആണെന്ന്. ഞാൻ അങ്ങനെ നേരെ ഇന്ത്യൻ മാളിലെത്തിയിട്ട് ടിക്കറ്റൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഫുഡ് മുഖ്യ അതൊക്കെ ഒന്ന് വാങ്ങി. പക്ഷേ ഞങ്ങളെല്ലാവരും ഡയറ്റ് ആയതുകൊണ്ട് തന്നെ കുറച്ച് വാങ്ങേണ്ടി വന്നുള്ളൂ കേട്ടോ. ഇമ്മാക്കും പിന്നെ ഇപ്പാക്ക് വേണ്ടാന്ന് പറഞ്ഞു. ഉമ്മാക്കും നീനൂനും ഇതുമൂനും മാത്രമാണ് വാങ്ങിയത്. ഞങ്ങളൊക്കെ പിന്നെ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഡയറ്റ് ആണല്ലോ. അങ്ങനെ അതൊക്കെ വാങ്ങിയത്. ആ സിനിമ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അടിപൊളി മൂവി, പറയാതിരിക്കാൻ വയ്യ. നല്ലൊരു മൂവിയാണ്, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടോ. തുടരും സിനിമയാണ് ഞങ്ങൾ ലാസ്റ്റ് കണ്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ അത്ര ഇല്ലെങ്കിലും ഇതൊരു നല്ലൊരു സിനിമ തന്നെയാണ്. എല്ലാവർക്കും നല്ലൊരു മെസ്സേജൊക്കെ ഉള്ളൊരു ഫിലിമാണ്. അങ്ങനെ അതൊക്കെ കണ്ട് ഞങ്ങളൊരു 6 മണി ആവാനായപ്പോഴാണ് സിനിമ. ഒരു 5:30 കൂടി കഴിഞ്ഞ് അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് മടങ്ങിയ കാഴ്ച നല്ല രസം. എല്ലാവരും കൂടി കാറിൽ കുത്തി ഒതുക്കിയൊക്കെ പോലെ പറയാതിരിക്കുകയാണ് നല്ലത്. ഞാനും നീനും ഇതുമ്മും പിന്നെ ഇമ്മയും നാനിയും ബാക്കിൽ. എങ്ങനെ കൊള്ളിച്ചൊന്നും അറിയില്ല. വാതിലങ്ങനെ അമ്പി നിൽക്കണോണ്ട് വലിയ കുഴപ്പമില്ല. മുന്നിൽ പിന്നെ ഇപ്പിനും നുജും അങ്ങനെ ഇരുന്ന് നിലൂനെ മടിയിൽ വെച്ചിട്ടോ. അങ്ങനെ ഒരു വിധം സെറ്റ് ചെയ്ത് ഞങ്ങൾ വീട്ടിലെത്തി. പിന്നെ ഒരു 5 മിനിറ്റ് ഉള്ളൂ, കുറച്ച് ചെറിയൊരു ദൂരം ഉള്ളതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോകാം. എന്നാൽ അതിനുള്ളിൽ നിന്ന് ആ ഒരു തമാശയൊക്കെ പറഞ്ഞതാണ് ഞങ്ങൾ. പിന്നെ നല്ല ബ്ലോക്കായിരുന്നു വണ്ടിയൊക്കെ. ഞങ്ങളിങ്ങനെ വീട്ടിലെത്തി പാടി എല്ലാവർക്കും വിശക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഫുഡ് കഴിക്കുക എന്നുള്ള കാരണം എല്ലാവരും തിയേറ്ററിൽ നിന്നൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിരിക്കുമ്പോൾ ഒരു രാത്രി 8 മണിയോട് കൂടിയാണ് ഐറൂസും മോളുവിൻ്റെ ഹസ്ബൻഡൊക്കെ വന്നിട്ടുണ്ടായിരുന്നത്. ഐറൂസ് വന്നാൽ പിന്നെ നമുക്ക് അറിയാമല്ലോ, ഭയങ്കര പടപടയായിരിക്കും. നീലു ഐറൂസൊക്കെ ഭയങ്കര വികൃതി കുട്ടന്മാരായിട്ടുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തല്ലുവിടാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇനി അവരെ നല്ല രീതിയിൽ നോക്കണമല്ലേ. അപ്പോൾ നീനുൻ്റെ ആഗ്രഹം അങ്ങനെ സാധിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് വരാം. ബൈ.